കാസർഗോഡ് ട്രെയിൻ കടന്നു പോകുന്നതിനിടയിൽ കാറ്റടിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരിച്ചു. ചെങ്കള സ്വദേശി താഹിർ, നജാത്ത്, ആസിയ ദമ്പതികളുടെ മകൾ മറിയം നവാലാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. കാസർഗോഡ് നിന്നും ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, ട്രെയിനിൽ നിന്നാണോ ഈ കുഞ്ഞു വീണത്? കഴിഞ്ഞ 18-ാം തീയതി വൈകുന്നേരം മൊഗ്രാൽ നാങ്കിയിലായിരുന്നു ഈ അപകടമുണ്ടായത്. ഇവർ മൊഗ്രാലിൽ ഒരു മരണ വീട് സന്ദർശിച്ച് അവിടെ നിന്ന് നടന്നു വരികയാണ്. പാളത്തോട് ചേർന്നാണ് ഇവർ നടന്നു വരുന്നുണ്ട്. അമ്മൂമ്മയും അതോടൊപ്പം തന്നെ ഈ പേരക്കുട്ടിയും നടന്നു വരുന്നതിനിടെ വേഗതയിൽ വന്ന ട്രെയിനിന്റെ കാറ്റിടിച്ച് ഇവർ അവിടെ തന്നെ പാളത്തോട് ചേർന്ന് വീഴുകയായിരുന്നു. വീണപ്പോൾ തലയിടിച്ച് ആണ് പരിക്കേറ്റിരുന്നത്. രണ്ടുപേർക്കും കാസർഗോഡ് അടുക്കത്ത് വയലിലെ നഫീസക്കും ഒപ്പം അവരുടെ പേരക്കുട്ടിക്കും പരിക്കേറ്റിരുന്നു. പേരക്കുട്ടിയുടെ പരിക്ക് ഗുരുതരമായിരുന്നു. ഉടൻ തന്നെ പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിൽ അവരെ കണ്ടെത്തി. അതിനുശേഷം ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പേരക്കുട്ടി മരണപ്പെട്ടത്. ഇപ്പോഴും ഇവർ കാസർഗോഡ് അടുക്കത്ത് വയലിലെ നഫീസ അവിടെ ചികിത്സയിൽ തുടരുന്നുണ്ട്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചെങ്കളയിലെ 4-ാം വാർഡിൽ താഹിർ, നജാത്ത്, ആസിയ ദമ്പതികളുടെ മകൾ മറിയം നവാലാണ് അങ്ങനെ മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഇത്തരമൊരു അപകടം ഉണ്ടായത്. ട്രെയിൻ കടന്നു പോകുന്നതിന്റെ സമയത്ത് അതിന്റെ പാളത്തോട് ചേർന്നാണ് ഇവർ നടന്നിരുന്നത്. ആ നടക്കുന്ന സമയത്താണ് ട്രെയിനിന്റെ കാറ്റിടിച്ച് ഇവർ വീഴുകയും വീണപ്പോഴാണ് പരിക്കേറ്റത്. ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട് അവർ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള വിവരം ലഭിച്ചതിന് ശേഷമാണ് പോലീസും നാട്ടുകാരും തെരച്ചിൽ നടത്തിയത്. അതിനുശേഷമാണ് പരിക്കേറ്റ നിലയിൽ രണ്ടുപേരെയും കണ്ടെത്തുകയും അടുക്കത്ത് വയലിലെ 4-ാം മൈലിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ അവരെ പ്രവേശിക്കുകയും ചെയ്തത്. കാസർഗോഡാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ട്രെയിനിൽ നിന്ന് വീണല്ല പരിക്കേറ്റത് ആ കുഞ്ഞിന്. റെയിൽ പാളത്തിന് സമീപത്തുകൂടി പോകുമ്പോൾ ട്രെയിനിന്റെ കാറ്റടിച്ച് ആ കുഞ്ഞ് മറിഞ്ഞു വീഴുകയായിരുന്നു. വീണപ്പോഴുണ്ടായ പരിക്കിനെ തുടർന്നാണ് മരണമുണ്ടായത്. വിവരങ്ങളാണ് ഷഫീഖ് നസറുള്ള നൽകി.